ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പേജ് നമ്പർ 73 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ സംഖ്യകൾ എഴുതുക. ഒന്നാമത്തെ ചോദ്യം, കലണ്ടറിൽ ചെയ്തതുപോലെ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി സംഖ്യകൾ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടുപിടിക്കുക. ഏതു സമചതുരത്തിൽ 4 സംഖ്യകൾ എടുത്താലും ഒരേ വ്യത്യാസമാണോ കിട്ടുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഇത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അതായത് ഒരു കലണ്ടറിലുള്ള ഒരു നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം 4 നമ്പേഴ്സ്, ചതുരത്തിലുള്ള 4 നമ്പേഴ്സ് എടുക്കണം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ എങ്ങനെയാണ് എടുക്കണത്? ഈ 7, 8, 12, 13. ഇനി 9, 10, 14, 15 നമുക്ക് ഇഷ്ടം എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ 7, 8, 12, 13 എടുത്ത്. ഇനി അതുപോലെ ഒരെണ്ണം കൂടി ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. 18, 19, 23, 24. ഇനി ഇവ കോണോട് കോൺ ഗുണിക്കുക, ശേഷം കുറയ്ക്കുക. അപ്പൊ നമുക്ക് ഒരേ ഉത്തരമാണോ കിട്ടേണ്ടത് എന്നാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിനെ ബീജഗണിത രീതിയിൽ എഴുതണം. അപ്പൊ ആദ്യം ഞാൻ എടുത്ത നമ്പേഴ്സ്, ആദ്യം എടുത്തത് 8, 7, 8, 12, 13. അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. 7 × 13 91. അതുപോലെ 8 × 12 കോണോട് കോൺ ഗുണിക്കുക. 8 × 12 ഗുണിച്ചു കഴിഞ്ഞാൽ 96. ഇനി എന്ത് ചെയ്യുക? ഡിഫറൻസ് കാണുക, വ്യത്യാസം കാണുക. വ്യത്യാസം 96-ൽ നിന്ന് 91 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 5 എന്ന ഉത്തരം കിട്ടും. അതുപോലെ ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് നോക്കുന്നുണ്ട്. 18, 19, 23, 24. 18 × 24-ഉം 19 × 23-ഉം 18 × 24 ഗുണിച്ചു കഴിഞ്ഞാൽ 432. അതുപോലെ 19 × 23 ഗുണിച്ചു നോക്കുക, 437. ഇനി ഡിഫറൻസ് കാണുക, വ്യത്യാസം കാണുക. എത്ര കിട്ടും? 437 കുറയ്ക്കണം 432, ഉത്തരം 5. നമുക്ക് മനസ്സിലായി ഇതിൽ ഏത് കോണോട് കോൺ ഗുണിച്ചതിന് ശേഷം കുറച്ചു കഴിഞ്ഞാലും ഒരേ ഉത്തരാണ് കിട്ടുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതിനെ ബീജഗണിത രീതിയിൽ എഴുതണം. അപ്പൊ ഞാൻ തൽക്കാലം ഒരു നമ്പർ 7, 8, 12, 13 എടുത്ത് ഞാൻ ആദ്യം എഴുതിയത്. ആദ്യത്തെ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുത്ത്. രണ്ടാമത്തെ നമ്പർ എത്രയും? എക്സ് കൂടെ എത്ര കൂട്ടിയാണ് 8 കിട്ടുക? 7 കൂടെ എത്ര കൂട്ടിയാല? 1 കൂട്ടിയാല്. അപ്പൊ x+1. ഇനി ഇവിടുത്തെ എക്സ് ആരാ? 7. എക്സ് കൂടെ എത്ര കൂട്ടിയാല 12 കിട്ടുക? 7 കൂടെ 5 കൂട്ടിയാൽ 12 കിട്ടും. x+5. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? x+6. ഇനി എക്സ്, x+1, x+5, x+6. ഇനി ഇവനെ കോണോട് കോൺ ഗുണിച്ചതിന് ശേഷം കുറയ്ക്കുക. അപ്പൊ ആദ്യം x × x+6, x × x² പ്ലസ് x × 6, 6x എന്ന് കിട്ടി. ഇനി രണ്ടാമത്തത് x+1-ഉം x+1 × x+5, x × x² പ്ലസ് x × 5, 5x പ്ലസ് 1 × x പ്ലസ് 1 × 5, 5. ഇനി 5x കൂടെ ഒരു x കൂട്ടിക്കഴിഞ്ഞാൽ 6x, x² പ്ലസ് 6x പ്ലസ് 5. ഇനി ഇവ തമ്മിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇവിടെ +5, ഇവിടെ വേറെ നമ്പറുകൾ ഇല്ല. അപ്പൊ ഇതാണ് വലുത്. അപ്പൊ വ്യത്യാസം കാണുക അല്ലെങ്കിൽ ഡിഫറൻസ് കാണണം. അപ്പൊ എങ്ങനെ കാണുക? x² പ്ലസ് 6x പ്ലസ് 5 മൈനസ് x² പ്ലസ് 6x. ഇനി മൈനസിനെ ഉള്ളിലേക്ക് ഗുണിക്കുക. x² പ്ലസ് 6x പ്ലസ് 5 മൈനസ് × x² മൈനസ് x², മൈനസ് × പ്ലസ് മൈനസ് 6x. പ്ലസ് x² വെട്ടി മൈനസ് x² വെട്ടി, പ്ലസ് 6x മൈനസ് 6x ഈക്വൽ ടു 5 എന്ന് ഉത്തരം കിട്ടി. അപ്പൊ കോണോട് കോൺ ഗുണിച്ചു കഴിഞ്ഞാല്
നമുക്ക് ഓൾജിബ്രായിക്കലി ബീജഗണിതത്തിൽ എഴുതി കഴിഞ്ഞാലും എത്രയാണ് കിട്ടുക? 5 തന്നെയാണ് ഉത്തരം കിട്ടുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഗുണിത പട്ടികയിൽ 4 സംഖ്യകളുടെ ചതുരത്തിന് പകരം 9 സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്ത് 4 മൂലകളിലുമുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. അതായത് നേരത്തെ നമ്മൾ 4 നമ്പേഴ്സ് എടുത്തതിന് പകരം 9 നമ്പേഴ്സ് എടുത്തു. ഇനി കോണോട് കോൺ തുകകളുടെ വ്യത്യാസം എന്ത്? കോണോട് കോൺ തുക കാണുക, കൂട്ടുക, ശേഷം കുറയ്ക്കുക. അപ്പൊ എത്രയാണ് ഉത്തരം വരിക? ഇങ്ങനെയുള്ള സമചതുരങ്ങളിലെല്ലാം വ്യത്യാസം 4 തന്നെ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അപ്പൊ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് 4 കിട്ടുക. അത് 4 എങ്ങനെ കിട്ടുന്നു എന്ന് ബീജഗണിതത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം 16 സംഖ്യകളുള്ള നമ്പറുകൾ എടുത്താലോ എന്നാണ് അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിലെ നമ്പേഴ്സ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം. ഇനി ഇവയുടെ കോണോട് കോണുള്ള നമ്പറുകൾ 6, 10, 12, 20. അപ്പൊ ആദ്യം 6ഉം 20ഉം തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ട്. 6 + 20 26. അടുത്ത് 12ഉം 10ഉം തമ്മിൽ കൂട്ടുക, 22. ഇനി ഇവിടെ വ്യത്യാസം കാണുക. ഇനി 26നെ 22ആയിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 26നും 22 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമുക്കൊരു എന്ത് ചെയ്യണം? ഓൾജിബ്രായിക്കിൽ ചെയ്ത് കഴിഞ്ഞാലും 4 എന്ന് ഉത്തരം കിട്ടുമെന്ന് നോക്കണം. അതിനിടെ ഒരു കള്ളി വരച്ച് അതിൽ ഞാൻ നമ്പേഴ്സുകൾ എടുക്കുകയാണ്. n+1, n+2. അതുപോലെ ഈ സൈഡിൽ നമ്പറുകൾ മറ്റൊരു നമ്പർ എടുക്കുക. ഗുണിതമായിട്ടാണ്, 2 സംഖ്യകളുടെ ഗുണിതമായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ മറ്റൊരു സംഖ്യ എടുത്തിട്ട് താഴത്തേക്ക് എഴുതണം. അപ്പോൾ ഒരു എക്സാമ്പിൾ 6ന് 2 × 3 എന്നതില്ലേ, അതുപോലെ m എടുത്ത് അടുത്തത് എന്തായിരിക്കും? m+1, m+2. ഇനി m-ഉം n-ഉം തമ്മിൽ ഗുണിക്കുക. m × n, mn, m × n+1, m × n+1, m × n+2, m × n+2, m+1 × n, m+1 × n, m+1 × n+1, m+1 × n+1, m+1 × n+2, n+2, m+3, m+2 × n, m+2 × n+1, m+2 × n+1, m+2 × n+3, m+2 × n+2. ഇനി കോണോട് കോണിൽ നമ്പറുകൾ എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്യുക. 4 നമ്പറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സർക്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവ തമ്മിൽ കൂട്ടിയിട്ട് ഡിഫറൻസ് കാണുക. അപ്പോൾ mn + m × n+2, അതുപോലെ mn+2. ഇനി mn അതുപോലെ എഴുതി, പ്ലസ് m × n, mn, പ്ലസ് m × 2, 2m, പ്ലസ് n × 2, 2n, പ്ലസ് 2 × 2, 4. ഇനി mn-ഉം mn-ഉം തമ്മിൽ കൂട്ടുക. അപ്പോൾ 2mn പ്ലസ് 2m പ്ലസ് 2n പ്ലസ് 4. ഇനി അടുത്ത നമ്പറുകൾ m × n+2, m × n+2. ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാൻ? സെപ്പറേറ്റ് ചെയ്ത് വേറെ വേറെ കാണാം. m × n പ്ലസ് m × 2, 2m. ഇനി m+2 × n, m+2 × n ഈക്വൽ ടു mn പ്ലസ് 2n. ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഞാൻ ആദ്യം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. mn പ്ലസ് 2m പ്ലസ് mn പ്ലസ് 2n. mn കൂടെ mn കൂട്ടിക്കഴിഞ്ഞാൽ 2mn പ്ലസ് 2m പ്ലസ് 2n എന്ന് കിട്ടി. ഇനി ഈ 2 നമ്പറുകൾ തമ്മിൽ വ്യത്യാസം കാണണം. വലുത് ഏതാണ്? മേലത്തെ നമ്പർ 4 ഉണ്ട്, ഇതിൽ 3 ഉള്ളൂ. അപ്പോൾ വലുത് ആദ്യം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ വ്യത്യാസം, ഡിഫറൻസ്. അപ്പോൾ ആദ്യ ടേം എഴുതാം. 2mn
പ്ലസ് 2m പ്ലസ് 2n പ്ലസ് 4 മൈനസ് 2mn പ്ലസ് 2m പ്ലസ് 2n. ഇനി ഈ മൈനസിനുള്ളിലേക്ക് ഓരോ ടേമായിട്ടും എന്ത് ചെയ്യണം, ഗുണിക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യ ടേം അതുപോലെ എഴുതുക. 2mn പ്ലസ് 2m പ്ലസ് 2n പ്ലസ് 4 മൈനസ് ഇൻറ്റു 2mn മൈനസ് 2mn മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 2m മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 2n. ഇനി എന്ത് ചെയ്യാം, ഒരുപോലുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പ്ലസ് 2m മൈനസ് 2m ക്യാൻസൽ ചെയ്ത് പ്ലസ് 2mn മൈനസ് 2mn ക്യാൻസൽ ചെയ്ത് 2n മൈനസ് 2n ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് എത്ര കിട്ടി, 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓൾജിബ്രായിക്കിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വ്യത്യാസം എത്രയാണ്, 4 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് 16 നമ്പേഴ്സ് എടുത്തിട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 70 വരുന്ന ടേബിളാണ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് സെയിം ടേബിൾ ഉണ്ട്, ഒന്നെങ്കിൽ ആ നമ്പർ എടുക്കാം. ഇതിൽ ആദ്യത്തെ നമ്പർ 1 മുതൽ 16 വരെയുള്ള നമ്പറുകളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ നമ്പർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇതിനെ കോണോട് കോണ് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് ഡിഫറൻസ് കണ്ട എത്രയാണോ കിട്ടുക അതിനെ ഓൾജിബ്രായിക്കലി ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നമ്പർ ഒരു പുസ്തകത്തിൽ എഴുതാം. ആ പുസ്തകത്തിൽ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ചോദ്യം 1 2 3 4. ഇനി 2 4 6 8 3 6 9 12 4 8 12 16. ഇനി കോണോട് കോണ് നമ്മൾ നമ്പർ സർക്കിൾ ചെയ്യാം. 1 16 4 4. ഇനി 1ഉം 16ഉം തമ്മിൽ കൂട്ടാം. 1 പ്ലസ് 16 സമം 17, 4 പ്ലസ് 4 സമം 8. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് അതായത് വ്യത്യാസം, ഡിഫറൻസ് വ്യത്യാസം സമം 17 മൈനസ് 8, 17 8 പോയ 9 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ആ ടേബിളിന് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ടേബിൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടേബിളും കൂടി ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഓൾജിബ്രായിക്കലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾജിബ്ര വേണമെങ്കിൽ എഴുതിക്കോളും, ബീജ ഗണിതം എന്ന് എഴുതുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എത്ര കള്ളികൾ വരയ്ക്കുക, നിരയും വരിയായിട്ട് 9 കള്ളികൾ വരയ്ക്കുക. എന്നിട്ട് ആ 9 കള്ളികൾ നമ്പേഴ്സ് കൊടുക്കുക. n പ്ലസ് 1 n പ്ലസ് 2 n പ്ലസ് 3. ഇനി താഴോട്ട് കൊടുക്കുക m പ്ലസ് 1 m പ്ലസ് 2 ഒരു നമ്പറും കൂടിയും m പ്ലസ് 3. ഇനി കള്ളികൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നീറ്റിൽ വരയ്ക്കുക. ഇനി വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ ഗുണിക്കുക. അതിന് വേണ്ടിയിട്ട് മുകളിലും കള്ളികൾ ഞാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരച്ച് ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വരച്ചതിന് ശേഷം ഓരോ നമ്പറും ഗുണിക്കുക. m ഇൻറ്റു n mn, m ഇൻറ്റു n പ്ലസ് 1 m ഇൻറ്റു n പ്ലസ് 1. ഇനി m ഇൻറ്റു n പ്ലസ് 2 m ഇൻറ്റു n പ്ലസ് 3 m പ്ലസ് 1 ഇൻറ്റു n. ഈ m പ്ലസ് 1നെ ഓരോ വരിയായിട്ട് ഗുണിക്കുക. m പ്ലസ് 1 ഇൻറ്റു n m പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 m പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 m പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3. ഇനി m പ്ലസ് 2 ഇൻറ്റു n m പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 1 m പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 1 m പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 m പ്ലസ് 3 ഇൻറ്റു n m പ്ലസ് 3 എല്ലാ ടേമായിട്ടും ഗുണിക്കുക. m പ്ലസ് 3 ഇൻറ്റു n പ്ലസ് 1 m പ്ലസ് 3 ഇൻറ്റു n പ്ലസ് 2 m പ്ലസ് 3 ഇൻറ്റു n പ്ലസ് 3. ഇനി കോണോട് കോണ് സർക്കിൾ ചെയ്തു. 4 മൂലകളും എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്യുക. ശേഷം അവ തമ്മിൽ എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പോൾ നമ്പേഴ്സിന് താഴത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 2 നമ്പറുകൾ എന്ന് പറഞ്ഞാൽ കോണോട് കോൺ എടുക്കുമ്പോൾ mn പ്ലസ് m പ്ലസ് 3 ഇൻറ്റു n പ്ലസ് 3 ഈക്വൽ ടു mn പ്ലസ് ഓരോ ടേമിന് അടുത്ത ബ്രാക്കറ്റിലേക്ക് ഗുണിക്കുക. m ഇൻറ്റു n mn പ്ലസ്
3m plus 3n plus 3 into 3 9 equal to mn plus mn 2mn plus 3m plus 3n plus 9. മുകളിലത്തെ ടേം അതുപോലെ എഴുതിയെടുക്കുകയാണ് ചെയ്തത്. ഇനി അതുപോലെ അടുത്ത ടേമും കാണണം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം സെപ്പറേറ്റ് ചെയ്ത് ഗുണിച്ചിട്ട് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ചെയ്ത് കാണിക്കും. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. ടേമിനെ ഗുണിക്കുമ്പോൾ ഓരോ ടേമിനെ ഗുണിക്കുമ്പോൾ m ഇൻറ്റു n mn 3 ഇൻറ്റു n 3n. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് m ഇൻറ്റു n പ്ലസ് 3 ഈക്വൽ ടു m ഇൻറ്റു n mn പ്ലസ് 3 ഇൻറ്റു m 3n എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് ടേമുകൾ തമ്മിൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ആ കുറയ്ക്കുന്ന സമയത്ത് ആദ്യം വലിയ നമ്പർ എഴുതുക, mn പ്ലസ് 3n. ഈ രണ്ട് നമ്മൾ നമ്പർ വെച്ച് ആദ്യം എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു m ആണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതുക mn പ്ലസ് 3n പ്ലസ് mn പ്ലസ് 3m. mn കൂടെ mn കൂട്ടിയ 2mn പ്ലസ് 3n പ്ലസ് 3m. ഇനി രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് കാണുക, വ്യത്യാസം കാണാം. അപ്പോൾ വലിയ ടേം എഴുതി 2mn പ്ലസ് 3m പ്ലസ് 3n പ്ലസ് 9 മൈനസ് ബ്രാക്കറ്റ് ഇടുക 2mn പ്ലസ് 3n പ്ലസ് 3m. ഇനി ബ്രാക്കറ്റിനുള്ളിലേക്ക് മൈനസിനെ ഗുണിക്കുക 2mn പ്ലസ് 3m പ്ലസ് 3n പ്ലസ് 9. ഇനി മൈനസ് ഇൻറ്റു 2mn മൈനസ് 2mn മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 3n 3 ഇൻറ്റു മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 3m. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരുപോലെയുള്ളത് എന്ത് ചെയ്യണം, വെട്ടിക്കളയണം. മൈനസ് 2mn മൈനസ് 2mn വെട്ടി, 3m മൈനസ് 3m വെട്ടി, 3n മൈനസ് 3n വെട്ടി, ബാക്കി 9. നമുക്കപ്പോൾ 16 നമ്പറുകൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എത്രയാണ് കിട്ടുക, 9 ഉത്തരം കിട്ടുക. നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ചെയ്യുക. ഞാൻ ഇനി ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.